Hello, my dear CSCT students. ICSA ബോർഡ് ഈ ജൂൺ 2025 നിങ്ങൾക്കായി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ബുള്ളറ്റിനിലെ പേപ്പർ 3 എക്കണോമിക്സ് ആൻഡ് ബിസിനസ് എൻവയോൺമെന്റ് ഈ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തേക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ ഈസ് സെറ്റ് അപ്പ് ടു ആക്ട് ആസ് എ principal financial institution for promotion, financing and development of micro, small and medium enterprise MSME sector as well as for the coordination of functions of institutions engaged in similar activities. Options: Option A, Small Industries Development Bank of India SIDBI, Industrial Finance Corporation of India. Option C, Regional Rural Bank RRBs. Option D, Cooperative Bank. ഏതായിരിക്കും ശരി ഉത്തരം? ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്? സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 1990 പാർലമെന്റിലെ സ്പെഷ്യൽ ആക്ട് പ്രകാരം ഫോം ചെയ്തിട്ടുള്ള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്ത്? MSME അല്ലെ, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസിന്റെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടി? മൈക്രോ മീഡിയം സ്മോൾ എന്റർപ്രൈസസിന്റെ ഫൈനാൻസിങ്, പ്രൊമോഷൻ, ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് വേണ്ടി ഫോം ചെയ്തിട്ടുള്ള അപ്പെക്സ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഈ സിഡ്ബി എന്ന് പറയുന്നത്. അതുപോലെ സിഡ്ബി ഡയറക്റ്റ് മാത്രമല്ല, മറ്റ് സ്ഥാപനങ്ങൾ MSMEക്ക് വേണ്ടി പെർഫോം ചെയ്യുന്ന മറ്റ് ഓർഗനൈസേഷൻസിനെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതും നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇൻഡസ്ട്രീസ് ഫൈനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ജനറൽ ഇൻഡസ്ട്രിയാണ്, അതായത് എല്ലാ ഇൻഡസ്ട്രിക്കും വേണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ സിഡ്ബിയെ സംബന്ധിച്ച് സിഡ്ബി ഏതാണ് ഫോം ചെയ്യുന്നത്? സിഡ്ബി സ്പെഷ്യലൈസ് ചെയ്യുന്നത് MSMEക്കാണ്. റീജിയണൽ റൂറൽ ബാങ്ക് റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് അഗ്രികൾച്ചറിനെ ഫോക്കസ് ചെയ്യുന്നു. കോപ്പറേറ്റീവ് ബാങ്ക് കോപ്പറേറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ മെമ്പേഴ്സിനെ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു ഫീച്ചേഴ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഈസ് ഇൻകറക്റ്റ്? A, preference share is hybrid kind of security. Option B, preference shares have the voting right to participate in management of company. Option C, preference share have no right in surplus asset of the company. And option D, fixed rate of dividend is payable on preference shares. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രിഫറൻസ് ഷെയർസിന്റെ ഫീച്ചേഴ്സ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. അത് താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ പ്രിഫറൻസ് ഷെയർസിന്റെ ഫീച്ചർ അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് പ്രിഫറൻസ് ഷെയർസ് ഒരു ഹൈബ്രിഡ് കൈൻഡ് ഓഫ് സെക്യൂരിറ്റി ആണ്. പ്രിഫറൻസ് ഷെയർസ് ഒരു സെക്യൂരിറ്റി ആണല്ലോ. പ്രിഫറൻസ് ഷെയർസ് ഒരു ഹൈബ്രിഡ് കൈൻഡ് ഓഫ് സെക്യൂരിറ്റി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതൊരു സെക്യൂരിറ്റി ആണ് അല്ലേ? അപ്പം ആ ഒരു ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. നമുക്ക് ഇൻകറക്റ്റ് ഏതാണെന്നാണ് വേണ്ടത്. ഓപ്ഷൻ ബി പോയി കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയർസ് ഹാവ് വോട്ടിംഗ് റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ കാര്യങ്ങൾ മാനേജ്മെന്റിൽ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. കമ്പനി കാര്യങ്ങൾ വോട്ട് ചെയ്യാൻ പ്രിഫറൻസ് ഷെയർസിന് റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രിഫറൻസ് ഷെയർസ് ഹാവ് നോ വോട്ടിംഗ് റൈറ്റ്. പ്രിഫറൻസ് ഷെയർസിന് വോട്ടിംഗ് റൈറ്റ് ഇല്ല. പക്ഷെ എപ്പോൾ മാത്രമാണ് അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടാകുന്നത്? ഡിവിഡൻഡ് പേ ചെയ്യാതെ വരുമ്പം, അവർക്ക് അവകാശപ്പെട്ട ഡിവിഡൻഡ് പേ ചെയ്യാതെ വരുമ്പം, ഒരു സ്പെസിഫിക് പീരീഡിലേക്ക്. ഇന്ത്യയെ സംബന്ധിച്ച് 2 വർഷത്തിൽ കൂടുതൽ അവർക്ക് ഡിവിഡൻഡ് പേ ചെയ്തിട്ടില്ല എങ്കിൽ പ്രിഫറൻസ് ഷെയർസിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ടാകുന്നു. അപ്പം ഈ ഒരു ആൻസർ എന്താണ്? ഇൻകറക്റ്റ് ആണ്. ദെൻ പ്രിഫറൻസ് ഷെയർസിൻ്റെ ഹാവ് നോ റൈറ്റ് ഇൻ സർപ്ലസ് ഓഫ് കമ്പനി. കമ്പനിയുടെ സർപ്ലസ് അസറ്റിൽ പ്രിഫറൻസ് ഷെയർസിന് യാതൊരു റൈറ്റ് ഇല്ല. ശരിയായിട്ടുള്ള കാര്യമാണ്. ദെൻ പ്രിഫറൻസ് ഷെയർസിന് ഫിക്സഡ് റേറ്റിലാണ് ഡിവിഡൻഡ് കിട്ടുന്നത്. ഓപ്ഷൻ എ, സി, ഡി കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ഇൻകറക്റ്റ്. അപ്പം 12ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പ്രൈമറി ഇൻഡസ്ട്രി? പ്രൈമറി ഇൻഡസ്ട്രി അല്ലാത്തത് ഏതാണ്? എ, ഫാമിംഗ്, ബി, മൈനിങ്, സി, ഫിഷിംഗ്, ഡി, ഓട്ടോമൊബൈൽ. ഫാമിംഗ്, മൈനിങ്, ഫിഷിംഗ് ഇവരെല്ലാം എന്താണ്? പ്രൈമറി സെക്ടർ അല്ലേ? എക്സ്ട്രാക്ഷൻ ഫ്രം ദ നേച്ചറിൽ നിന്നുള്ള എക്സ്ട്രാക്ഷൻസ്, അഗ്രികൾച്ചർ, അതൊക്കെ എന്താണ്? ഹാർവെസ്റ്റിംഗ്, ഇതെല്ലാം എന്താണ്? പ്രൈമറി സെക്ടറാണ് അല്ലേ? റോ മെറ്റീരിയൽസിൻ്റെ പ്രൊഡക്ഷൻ ആണ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഒരു സെക്കൻഡറി സെക്ടറാണ്. അവിടെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. അതുകൊണ്ട് പ്രൈമറി ഇൻഡസ്ട്രി അല്ലാത്ത ഏതാണ്? ഓട്ടോമൊബൈൽ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പം നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫ്ലോ ഓഫ് ഫണ്ട് to and from the foreign countries via various investment in the real estate,
FDI, business ventures, etc. are monitored through which account? Okay, options capital account, current account, financial account and saving account. എന്താ ചോദിച്ചിട്ടുള്ളത്? ഫോറിൻ കൺട്രീസിലേക്കുള്ളത്, ടു ആൻഡ് ഫ്രോ, നമ്മുടെ രാജ്യത്തു നിന്ന് ഫോറിൻ കൺട്രീസിലേക്കുള്ളത്, അവിടെ നിന്ന് നമ്മുടെ രാജ്യത്തേക്കുള്ളതുമായിട്ടുള്ള ഫണ്ടിന്റെ ഫ്ലോ, ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ. ഓക്കെ, അതുപോലെ തന്നെ വേരിയസ് ഇൻവെസ്റ്റ്മെന്റ്, റിയൽ എസ്റ്റേറ്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ബിസിനസ് വെഞ്ചേഴ്സ്, ഇതിലൊക്കെ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്, ഇതിനെയൊക്കെ മോണിറ്റർ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്യാപിറ്റൽ അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്. ഏത് അക്കൗണ്ടിലൂടെയാണ് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ മോണിറ്റർ ചെയ്യുന്നത്? ഏതാണ് ആൻസർ? ക്യാപിറ്റൽ ആണോ, കറണ്ട് ആണോ, സേവിങ് ആണോ, ഫിനാൻഷ്യൽ ആണോ? റൈറ്റ് ആൻസർ ഈസ് ഫിനാൻഷ്യൽ അക്കൗണ്ട് അല്ലേ. ഫിനാൻഷ്യൽ അക്കൗണ്ട് ഈസ് എൻ അക്കൗണ്ട് ത്രൂ എന്താണ് ഫണ്ടിന്റെ ഫ്ലോ ടു ആൻഡ് ഫ്രോ അല്ലെ, ഫോറിൻ കൺട്രീസിലോട്ടുള്ളതും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതുമായിട്ടുള്ള ഫണ്ട് ഫ്ലോസും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ മോണിറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 15ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അല്ലെ CCI-യുടെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏത്? അപ്പൊ നമുക്ക് തന്നിട്ടൊക്കെയുള്ള ക്വസ്റ്റ്യൻസിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നോട്ട് ഒബ്ജക്റ്റീവ് ആണോ ഒബ്ജക്റ്റീവ് ആണോ. നമുക്കിപ്പോൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ട് എ പ്രൈമറി ഇൻഡസ്ട്രി, നോട്ട് ആൻഡ് ഒബ്ജക്റ്റീവ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഫീച്ചർ ആണെന്നാണോ ഫീച്ചർ അല്ലാത്തത് ഏതെന്നാണോ ക്വസ്റ്റ്യൻ എന്ന് കൃത്യമായി ശ്രദ്ധിക്കുക. ഏതാണ് ഓപ്ഷൻസ്? ഓപ്ഷൻ എ, ടു പ്രിവെന്റ് പ്രാക്ടീസസ് ഹാവിംഗ് അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ കോമ്പറ്റീഷൻ, ടു പ്രൊമോട്ട് ആൻഡ് സസ്റ്റെയിൻ കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്, to promote manipulative trade practices, to protect the interest of the consumers. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് അല്ലേ, ടു പ്രൊമോട്ട് മാനിപ്പുലേറ്റ് ട്രേഡ് പ്രാക്ടീസസ് അല്ലെ. മാനിപ്പുലേഷൻ ഉള്ള ട്രേഡ് പ്രാക്ടീസസിനെ അല്ലെ തെറ്റായ ട്രേഡ് പ്രാക്ടീസസിനെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുമോ? ഇല്ലല്ലേ. അപ്പൊ അതാണ് അതിന്റെ ഒബ്ജക്റ്റീവ്. അല്ലാത്തത് ആൻസർ സി ആണ് അല്ലെ. കോമ്പറ്റീഷനെ എഫക്റ്റ് ചെയ്യുന്ന അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാകുന്ന പ്രാക്ടീസസിനെ എല്ലാം പ്രിവെന്റ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ എ ഒബ്ജക്റ്റീവ് ആണ്. അടുത്തത്, മാർക്കറ്റിൽ കോമ്പറ്റീഷനെ പ്രൊമോട്ട് ചെയ്യുന്നു, സസ്റ്റെയിൻ ചെയ്യുന്നു, അതും ഒബ്ജക്റ്റീവ് ആണ്. കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നു, അതും ഒബ്ജക്റ്റീവ് ആണ്. ഓപ്ഷൻ സി മാത്രമാണ് CCI-യുടെ ഒബ്ജക്റ്റീവ് അല്ലാത്തത്. അതാണ് യഥാർത്ഥത്തിലുള്ള ആൻസർ, അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 5 ക്വസ്റ്റ്യൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. നമ്മുടെ എക്കണോമിക്സിൽ നിന്നും ബിസിനസ് എൻവയോൺമെന്റിൽ നിന്നുമുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ്. ഈ മോഡൽസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിനും ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ ഈ ബുള്ളറ്റിനിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പം അടുത്ത മാസവും ഇതുപോലെ ഈ ബുള്ളറ്റിനുമായി നമ്മൾ വരുന്നതാണ്. നമുക്ക് അടുത്ത മാസം കാണാം.